ഹായ് ഗായ്സ്, സ്കീമൊക്കെ ആയിട്ട് എല്ലാവരും ഒരുപാട് സെർച്ച് ചെയ്യുന്നൊരു കാര്യമാണ് കോളേജിനെ പറ്റി. അപ്പോൾ കോളേജിനെ പറ്റി ഞാൻ ഇപ്പോൾ അടുത്തൊരു വീഡിയോ ഇങ്ങനെ കണ്ടു. അപ്പോഴത്തേനും അതിലൊരുപാട് മിസ്ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ കീം ഹെൽപ്പ് ഡെസ്കിനകത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇതിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ നോട്ട് ചെയ്ത കുറച്ച് പോയിൻറ്റ്സ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഇവിടെ ഇപ്പോഴും കുറേ പിള്ളേർ ഇപ്പം ബാസ്കറ്റ് ബോളും ക്രിക്കറ്റും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വോളിബോളൊക്കെ ഉണ്ട്, അതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 5 മണി ആവാറായെങ്കിലും ക്യാമ്പസ് ക്ലിയർ ആയിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോയിൻറ്റ്സിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കോളേജ് വരുന്നത് KTUവിൻ്റെ അണ്ടറിലാണ്. പിന്നെ ഇവിടുത്തെ സിലബസും KTUവിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പ്രോബബ്ലി എപ്പോഴും ഒരു സെമെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 4 months to 5 months അത്രയൊക്കെ വരാറുള്ളൂ. 6 months മൊത്തം കിട്ടാറില്ല. ഇതിനകത്ത് തന്നെ എക്സാം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കഴിയും. പരിപാടികളും എല്ലാം ഇതിനകത്ത് തന്നെ വരും. ഞാൻ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ പഠിക്കുന്നത് 2019 സ്കീമാണ്. ഇപ്പം നിങ്ങളൊക്കെ വരുന്നത് 2024 സ്കീമിലായിരിക്കും. 2024 സ്കീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു 3rd year 4th ഇയറിലൊക്കെ പഠിക്കുന്ന പല സബ്ജക്ട്സും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ തൊട്ടേ പഠിക്കാനുണ്ട്. സോ അത് നിങ്ങളുടെ കരിയറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 2024 സ്കീം ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഞങ്ങളുടെ സിലബസ് സംബന്ധിച്ച് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക്സാണ് കവർ ചെയ്തു പോകുന്നത്. പിന്നെ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ നമ്മൾ +2 പഠിച്ച മെയിൻ ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ ബേസിക്സ് ഒക്കെയാണ് ഫസ്റ്റ് ഇയറിൽ കൂടുതലായിട്ട് വരുന്നത്. കോളേജിലെ അഡ്മിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻലി നോൺ കീമിൻ്റെ കാര്യങ്ങൾ ഒരു വീഡിയോനകത്ത് ഇങ്ങനെ ചോദിച്ചായിട്ടുണ്ട്. അപ്പോൾ നോൺ കീം അഡ്മിഷൻ ഇവിടെ ഉണ്ടെന്നായിരുന്നു അതിനകത്ത് തന്നെ. അപ്പോൾ അതിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. നോൺ കീമിൻ്റെ അഡ്മിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെറിറ്റ് ആണെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിലും NRI ആണെങ്കിലും ഏതൊരു ഇതിനകത്ത് നമ്മൾ സീറ്റ് എടുക്കാനായിട്ട് ആക്കിയാലും നോൺ കീം ആകുമ്പോൾ ഈ കീമിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞ് അഡ്മിഷൻസ് എല്ലാം കഴിഞ്ഞ് സീറ്റ് ബാക്കി അവൈലബിൾ ആണെങ്കിൽ മാത്രമായിരിക്കും നോൺ കീമിന് ഇവിടെ സീറ്റ്സ് കൊടുക്കുന്നത്. കോളേജിലെ ഫാക്കൽറ്റീസിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ എല്ലായിടത്തെയും പോലെ തന്നെ ഇപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഫാക്കൽറ്റീസുണ്ട്, സപ്പോർട്ട് ചെയ്യാത്ത ഫാക്കൽറ്റീസുണ്ട്. പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. മെയിൻലി നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച പോലെ പഠിപ്പിക്കുകയല്ല, ആസ് എ കോളേജ് ലെക്ചറിങ് ആണ് ചെയ്യുന്നത്. സോ നമ്മളത് ശ്രദ്ധിച്ച് ലെക്ചർ നോട്ട്സൊക്കെ എഴുതിയെടുത്ത് ഈ കോളേജ് KEIPൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ സാധാരണ ഗവൺമെൻറ് കോളേജിലുള്ള പോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കോളേജിൻ്റെ ഫ്രീഡത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം ഗവൺമെൻറ് കോളേജിലത്തൊക്കെ പോലെ തന്നെയാണ് ഇവിടെയും. പിന്നെ കോളേജിലെ പരിപാടികളെല്ലാം അത്യാവശ്യം നല്ല കളറാണ്. പിന്നെ കോളേജ് ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളും അതുപോലെ തന്നെയാണ് കോളേജിലെ പരിപാടികൾ അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ കോളേജ് ലൈഫ് ഉണ്ടാവുക. കോളേജിലെ കമ്മ്യൂണിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഇവിടെ റൺ ആവുന്നുണ്ട്. അതിലെ ഒരു കുറച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ടിങ്കർ ഹബ്ബ്, IEEE, IEDC, GDG, MULEARN, CSI, അതുപോലെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്കിൽഫുൾ ഡെവലപ്മെൻറ്റ് നമ്മൾ ഈ കമ്മ്യൂണിറ്റീസിലൊക്കെ മെമ്പർ ആവുന്നത് നല്ലതായിരിക്കും. കോളേജസിനെ പറ്റി പറയുകയാണെങ്കിൽ കോളേജ് ബസ്സിൻ്റെ പോയിൻറ്റ്സ് അത് പോകുന്ന റൂട്ട്സ് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടിൽ തന്നെ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ റൂട്ടൊന്ന് മെൻഷൻ ചെയ്യാം. റൂട്ട്സ് വരുന്നത് കൊട്ടാരക്കര, ചീരങ്കാവ്, കണ്ണനെല്ലൂർ, മേവറം, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, പരവൂർ. അപ്പോൾ ഈ ഒരു റൂട്ടിലാണ് കോളേജ് ബസ് ഉള്ളത്. ഈ ഒരു റൂട്ടിൽ തന്നെ ഒരുപാട് പോയിൻറ്റ്സിൽ ബസ്സിന് സ്റ്റോപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ അഡ്മിഷൻ ടൈമിൽ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാവുന്നതാണ്. കോളേജിലെ സ്പോർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സ്പോർട്സ് ഗെയിംസ് നമുക്ക് വോളിബോൾ കോർട്ടുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, അതുപോലെ ഗ്രൗണ്ടുണ്ട്. നമുക്ക് ഫുട്ബോളിനും ക്രിക്കറ്റിനും അതുപോലെ എല്ലാ ഗെയിംസും നടത്താനായിട്ട് നമുക്ക് ഗ്രൗണ്ടുണ്ട്. അതുപോലെ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ നെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഈവൻറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കോളേജിൽ യൂണിയൻ ഗെയിംസ് നടത്താറുണ്ട്. ഇവൻറ്റ് സെമ്മിലാണ് യൂണിയൻ ഗെയിംസ് വരുന്നത്. അപ്പോൾ കൂടുതൽ ആക്റ്റീവായിരിക്കും സ്പോർട്സിൻ്റെ കാര്യത്തിലെല്ലാം. പിന്നെ ഇവൻറ്റ് സെമ്മിൽ തന്നെയാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിലും ഓരോ സ്പോർട്സ് ഈവൻറ്റ്സ് ഒക്കെ വരുന്നത്. കോമ്പറ്റീഷൻസൊക്കെ ഇപ്പോൾ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെ എല്ലാ തരം കോമ്പറ്റീഷൻസും ഈ ഒരു ഇവൻറ്റ് സെമ്മിലാണ് വരുന്നത്. ഈ യൂണിയൻ ഗെയിംസ് ഓർഗനൈസ് ചെയ്യുന്നത് സ്റ്റുഡൻസ് തന്നെയാണ്. സ്റ്റുഡൻറ്റ് യൂണിയൻ ഉണ്ട്, അപ്പോൾ അവർ തന്നെയാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെയൊക്കെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ബാഡ്മിൻ്റൺ കോർട്ട് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡ്യൂട്ടിക്ക് ശേഷം ഫാക്കൽറ്റീസും അതിൽ നമുക്ക് കളിക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട്. പിന്നെ നമുക്കൊരു ആക്റ്റീവ് ജിമ്മുണ്ട്. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ പിള്ളേർ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റലേഴ്സ് ആണെങ്കിലും ജിമ്മ് എപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. കോളേജ് ക്യാൻറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ കോളേജ് ക്യാൻറ്റീൻ ഒരു 5 PM വരെയൊക്കെ ഓൺ ആയിരിക്കും. പിന്നെ കോളേജിൻ്റെ ടൈമിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 6:30 വരെ കോളേജിനകത്ത് ആക്സസ് ചെയ്യാം. നമുക്കിപ്പോൾ കോളേജിനകത്തൊരു ഹോസ്റ്റൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് കോളേജിനകത്ത് ഈ ഒരു 6:30 എന്നുള്ള ടൈമിംഗ് ഉള്ളത്. നിലവിൽ ഞങ്ങൾക്ക് കോളേജിനകത്ത് ഹോസ്റ്റലില്ല. അപ്പോൾ കോളേജ് ഹോസ്റ്റൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വീടുകളിൽ കോളേജ് അഫിലിയേഷനായിട്ട് ഹോസ്റ്റൽസ് നടത്തുന്നുണ്ട്. അതുപോലെ അഫിലിയേറ്റഡ് അല്ലാത്ത PGസും അവൈലബിൾ ആണ്. ഗേൾസിന് ഇപ്പോൾ കോളേജ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഹോസ്റ്റൽസ് ഒരു 5 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് അഡ്മിഷൻ ടൈമിൽ കോളേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. അതുപോലെ തന്നെ ബോയ്സിനാണെങ്കിലും അതുപോലെ കുറച്ച് ഹോസ്റ്റൽസ് ഉണ്ട് അഫിലിയേറ്റഡ് ആയിട്ട്. മെയിൻലി ബോയ്സിന് മെസ്സ് ഉള്ള ഹോസ്റ്റൽസ് കുറവാണ്. മെസ്സില്ലാത്ത ഹോസ്റ്റൽസാണ് ബോയ്സിൻ്റെ കേസിൽ വരുന്നത്. ഗേൾസിനാണെങ്കിൽ ഹോസ്റ്റൽ ടൈമിംഗ് വരുന്നത് 6:30 ആണ്. അതുപോലെ ഹോസ്റ്റൽ ഫീസ് ഇപ്പോൾ വന്നിട്ടുള്ളത് റെൻ്റ് 1750, അതുപോലെ തന്നെ ബാക്കി വരുന്നത് മെസ്സാണ്. മൊത്തം ടോട്ടൽ നമുക്ക് മന്ത്ലി 5000 ആണ് ആവുന്നത്. നിലവിൽ നമുക്ക് കോളേജിൻ്റെ അകത്തൊരു ഹോസ്റ്റലില്ല, പക്ഷേ ഹോസ്റ്റലിൽ നമുക്ക് MLA ഫണ്ടിനകത്തുനിന്ന് ഹോസ്റ്റലിൽ നമുക്ക് അതിൻ്റെ ഫണ്ട് സാങ്ഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഉടനെ അത് തുടങ്ങുന്നതായിരിക്കും. ആസ് എ ഹോസ്റ്റൽ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്ക് കോളേജിനകത്തൊരു ഹോസ്റ്റൽ വരണമെന്ന്. അപ്പോൾ അത് വൈകാതെ തന്നെ ഈ ഒരു കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങുന്നതായിരിക്കും. ബാക്കി പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. 4 മണി വരെയുള്ള ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കോളേജ് ഓണാണോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. ആസ് എ ഹോസ്റ്റല് ഞാൻ എപ്പോഴും കോളേജിൽ വരാറുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലെല്ലാം കോളേജ് ഓണാണ്. പ്ലേസ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കോളേജിൽ അത്യാവശ്യം നല്ലൊരു പ്ലേസ്മെൻറ്റ് തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് നമുക്ക് പ്ലേസ്മെൻറ്റ് ക്ലാസ്സസ് എപ്പോഴും കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ സ്കില്ല് എത്രത്തോളം ഡെവലപ്പ് ആവുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത്. കോളേജിലിപ്പോൾ റെഗുലർ കോഴ്സസിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത് മെയിൻലി CS, EC, EEE, ME, പിന്നെ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചുണ്ട്. അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചുണ്ട്. ഈ കോളേജും കുറച്ച് അകത്തോട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള കടകളും കാര്യങ്ങളൊക്കെ ഇതിനടുത്ത് തന്നെ ആയിട്ടുണ്ട്. കോളേജിൽ ഇനിയൊരു ഫസ്റ്റ് ഇയർ ബ്ലോക്ക് വരാനുണ്ട്. അതും ഇതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടില്ല, അതും ഇതുപോലെ തന്നെ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. പിന്നെ കോളേജിൽ കയറുമ്പോൾ ലാപ്ടോപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇപ്പോൾ ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ അവരവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ് വാങ്ങുക. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആയതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ടെക് ഫെസ്റ്റ്, അങ്ങനത്തെ ടെക്നോ കൾച്ചറൽ ഇവൻറ്റ്സ്, ടെക്നിക്കൽ ഇവൻറ്റ്സ് എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ കോളേജിൽ ഈ റെഗുലർ കോഴ്സ് അല്ലാതെ പാർട്ട് ടൈം കോഴ്സസും ഉണ്ട് BTechന് തന്നെ. അതും ഇവിടെ പാരലായിട്ട് നടന്നു. അത് വൈകിട്ട് ആണ് ഈ ക്ലാസ്സസ് ഉള്ളത്. നമ്മുടെ റെഗുലർ ക്ലാസ് 4 മണി വരെയുള്ള കഴിഞ്ഞതിന് ശേഷം ഒരു 5 മണി തൊട്ടാണ് ഈ ഒരു പാർട്ട് ടൈമിൻ്റെ ക്ലാസ് വരുന്നത്.